നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ജി സുധാകരൻ അമ്പലപ്പുഴ MLA ആയത് സ്വതന്ത്രനായിട്ടാണ്. UDF അവിടെ സ്ഥാനാർത്ഥി നിർത്തിയിരുന്നില്ല. സുധാകരനെ പിന്തുണച്ചു. സുധാകരൻ സ്വാഭാവികമായിട്ടും ജയിക്കുമെന്ന് കരുതി തന്നെയാണ് നല്ല ഭൂരിപക്ഷത്തിൽ. അവിടെ BJP പേരിനൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. പക്ഷെ BJPയുടെയും ഒരു മൗന പിന്തുണ സുധാകരൻ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തെ കഴിഞ്ഞ തവണ മാറ്റി നിർത്തിയത് കൊണ്ട് തന്നെ ഇത്തവണ അദ്ദേഹത്തിന് ഏത് പാർട്ടിയിൽ നിന്നാലും ജയിക്കുമെന്ന്. അല്ല, എങ്ങനെയും CPM-നെ തോൽപ്പിക്കുക, LDF-നെ തോൽപ്പിക്കുക എന്നുള്ളത് അമ്പലപ്പുഴയിലെ ആലപ്പുഴ ജില്ലയിലെ ഒരു പൊതുവികാരമായി മാറിയിരുന്നു. പക്ഷേ സുധാകരൻ പറഞ്ഞത്, നിങ്ങൾ മനസ്സ് വെച്ചാൽ, ഇന്നലെ UDF കഴിഞ്ഞ കോൺഗ്രസ്സുകാരോട് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അതും നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇരുന്ന അതേ വേദിയിൽ, നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് 9 സീറ്റും കിട്ടും. ആലപ്പുഴയിലെ കിട്ടും, ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ മനസ്സ് വയ്ക്കണം, ഈ 6 9 ആക്കാം എന്നാണ് സുധാകരൻ പറഞ്ഞത് കൃത്യമായിട്ട്. പക്ഷേ അതിനപ്പുറം സുധാകരൻ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ആ പറഞ്ഞത്. കാരണം സുധാകരനെതിരെ ചില CPM-കാരോട് സ്ഥിരമായിട്ട് സുധാകരൻ്റെ എല്ലാ പരിപാടിക്കും ചെന്ന് ഉടക്കുണ്ടാക്കുക, സുധാകരനെ വെല്ലുവിളിക്കുക, സ്ഥലം MLA കൂവി തോൽപ്പിക്കുക, സ്ഥലം MLA എന്ത് പരിപാടിക്ക് ഇറങ്ങിയാലും, അതായത് തടസ്സം ഉണ്ടാക്കുക. തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ പറ്റിയില്ല, എന്നാൽ പിന്നെ കൂവി തോൽപ്പിക്കാതെ. ഇപ്പോൾ സുധാകരൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഇതുപോലെ സുധാകരനെ നഗരസഭയുടെ ഒരു പരിപാടിയിൽ കൗൺസിലർമാർ UDF-ന്റെ കൗൺസിലർമാർ അറിഞ്ഞിട്ടും പോലീസുകാർ അറിഞ്ഞിട്ടും തന്നെ അവർ അറിയിച്ചില്ല എങ്കിൽ തന്നെ ആ പരിപാടി മാറ്റിവെച്ചനെ, ഇവർ അലങ്കോലമാക്കുമെന്ന് വിവരം ലഭിച്ചിരുന്നു. അപ്പോൾ അപ്പോഴാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല വേദിയിരുത്തി പറഞ്ഞത്, തങ്ങളുടെ പോലീസ് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ രൂക്ഷമായ വിമർശനം അല്ലേ. അവിടെ ചില കോൺഗ്രസ് നേതാക്കൾ ആലപ്പുഴ ജില്ലയിൽ CPM-നെ വഴിവിട്ട് ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു സുധാകരൻ വീണ്ടും പറയുന്നു. അതെ, അത് സത്യമാണ്. സുധാകരൻ ഇത് ഓണം ഖാദി മേള, റിബേറ്റ് മേളയുടെ ഉദ്ഘാടന ചടങ്ങിനിടെയായിരുന്നു സംഭവം. അപ്പോൾ രമേശ് ചെന്നിത്തല ആണ് ഉദ്ഘാടകൻ. ജി സുധാകരൻ അവിടെ പങ്കെടുത്തു, മുഖ്യാതിഥിയായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല അതിനൊരു നല്ല മറുപടി പറഞ്ഞു. സുധാകരൻ അനിഷേധ്യനായ നേതാവാണ്, ഒരു സംശയവുമില്ല. അദ്ദേഹത്തെ പോലൊരു മികച്ച പാർലമെൻറ്റേറിയനെ നമുക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞത് രംഗം തണുപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ സുധാകരൻ പറഞ്ഞത്, ഈ നഗരസഭയിലെ കാര്യം ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചില്ലേ, ആ നഗരസഭയിൽ ഈ UDF MLA-മാർക്കൊരു സ്വീകരണം ഏർപ്പെടുത്തിയിരുന്നു. ആ ചടങ്ങ് അലങ്കോലപ്പെടുത്താനാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ സഹായത്തോടുകൂടി, അവരുടെ പിന്തുണയോടുകൂടി CPM-കാർ ശ്രമിച്ചത്. അപ്പോൾ 2 തവണ താൻ അവിടെ പരിപാടിക്ക് എത്തിയപ്പോഴും അതായത് പരിപാടി തുടങ്ങുമെന്നറിയിച്ച സമയം മാറ്റിവെച്ചു. അങ്ങനെ 2 തവണ മാറ്റിവെച്ചതിന് ശേഷം പിന്നെ താൻ അങ്ങോട്ട് പോയില്ല. അപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു കലാപം നടക്കാനുള്ള സാധ്യതയുണ്ട്, അവിടെ ആൾക്കാർ കൂടുന്നത് തന്നെ ആക്രമിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് സുധാകരൻ പറഞ്ഞു, എന്നെ അടിച്ചാൽ ഞാൻ അപ്പോൾ എന്നെ അടിക്കുന്നവൻ്റെ കരണക്കുറ്റിക്ക് ഞാൻ തിരിച്ചടിക്കും എന്ന് പറഞ്ഞു സുധാകരൻ. കഴിഞ്ഞ ദിവസം സുധാകരൻ പറഞ്ഞിരുന്നു, അതായത് തനിക്കെന്ത് സംഭവിച്ചാലും അത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി നാസറാണ് എൻ്റെ ഉത്തരവാദി എന്ന്. നാസറിനും സലാമിനും സജി ചെറിയാനും എതിരെ അതിരൂക്ഷമായ വിമർശനവും ആക്രമണവും, വാക്കുകൾ കൊണ്ടുള്ള ആക്രമണവുമാണ് സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും അത് തന്നെ. സുധാകരൻ ചെന്നിത്തലയെ കിട്ടിയപ്പോൾ, അവസരം കിട്ടിയപ്പോൾ ആഞ്ഞടിച്ചു. അവിടെ ആഞ്ഞടിച്ചിട്ട് പറഞ്ഞത്, ഇതിന് കോൺഗ്രസ്സുകാർ ഒത്താശ ചെയ്യുകയാണ്. ഇത് സ്വാഭാവികമായിട്ടും അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച കോൺഗ്രസ്സുകാരുണ്ട്, അവർക്ക് സീറ്റ് കിട്ടിയില്ല. കാരണം അവിടെ സുധാകരൻ മത്സരിച്ചപ്പോൾ, സാധാരണ നിലയ്ക്ക് അമ്പലപ്പുഴ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് CPM-ആണ് ജയിക്കുന്നത്. 2006 മുതൽ 2006-ലും 2011-ലും പിന്നെ 2016-ലും ജി സുധാകരൻ ജയിച്ചു. തുടർച്ചയായിട്ട് ഹാട്രിക് ജയമാണ്. അതിനുശേഷം 2021-ലാണ് സലാം വരുന്നത്. സുധാകരനെ മാറ്റിയിട്ട് സലാമിനെ കൊണ്ടുവന്നു, സലാം വിജയിച്ചു. പക്ഷെ ഈ 4 ടേമിൽ 2006 മുതലുള്ള വിജയത്തിന് ഒരു വലിയ അടി കൊടുത്തുകൊണ്ടാണ് 2026-ൽ സുധാകരൻ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് CPM-നെതിരെ വൻ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയം നേടിയത്. ചെറിയ ഭൂരിപക്ഷമൊന്നുമല്ല. അപ്പം അതുകൊണ്ട് തന്നെ CPM-ൻ്റെ മുഖത്തേറ്റ പ്രഹരമാണ് വാസ്തവത്തിൽ സുധാകരൻ്റെ വിജയം. എന്ത് വില കൊടുത്തും അവർ അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇപ്പോൾ ചെങ്ങന്നൂർ അവർ ജയിച്ചത് നമുക്കറിയാം എങ്ങനെയാണ്. അവിടെ BJP വളരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ ഇട്ടു, കോൺഗ്രസിൻ്റെയും ദുർബലനായ സ്ഥാനാർത്ഥിയായിരുന്നു. ഒരു പക്ഷേ ഈ പഴയ ശോഭന ജോർജ് വന്ന് കോൺഗ്രസിന് വേണ്ടി അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ പോലും അവർ ജയിക്കുമായിരുന്നു. അത്രയേറെ
ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ മുഴുവനും ആഞ്ഞടിച്ചപ്പോൾ ചെങ്ങന്നൂരിൽ മാത്രം എന്തുകൊണ്ട് സജി ചെറിയാൻ ജയിച്ചു? അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. അത് കോൺഗ്രസ് BJP രണ്ടുപേരും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ വേണമെന്ന് രണ്ടുപേരും വിചാരിച്ചിരുന്നെങ്കിൽ ശക്തമായ ത്രികോണ മത്സരം വരികയും സജി ചെറിയാൻ 3ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. അവിടെ കോൺഗ്രസോ BJPയോ ആണ് ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നത്. BJP എഴുതി തള്ളണ്ട, ചെങ്ങന്നൂരിൽ BJPക്ക് ജയസാധ്യത ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അതൊക്കെ പോട്ടെ. ഇതാണ് സുധാകരൻ പറയുന്ന CPM കോൺഗ്രസ് അച്ചുതണ്ട് അവിടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് സുധാകരൻ്റെ ഈ അദ്ദേഹം പറയുന്നതിൽ കഴമ്പുണ്ട്. അത് ഒരു കാര്യം സത്യമാണ്, സുധാകരൻ വിടുവായത്തരം പറയില്ല. അദ്ദേഹം ഈ സുധാകര കവി വിടുവായത്തരമുള്ള കവിതകൾ എഴുതാറുണ്ടെങ്കിലും സുധാകരൻ പ്രസംഗിക്കുമ്പോൾ, നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും വിടുവായത്തരം പറയില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ വളരെ കാര്യമാത്ര പ്രസക്തമായ പ്രസംഗങ്ങളാണ്. താങ്കൾക്ക് അറിവുണ്ടായിരിക്കും, റിപ്പോർട്ട് ചെയ്തിട്ടും ഉണ്ടായിരിക്കും. അത് ചെന്നിത്തല എടുത്തു പറയുകയും ചെയ്തു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നിട്ടും 1 രൂപയുടെ അഴിമതി നടത്താത്ത ഒരാളാണ് സുധാകരൻ. ഒരു കളങ്കം അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കാനില്ല. മുമ്പും അതേ ദേവസ്വം ബോർഡ് അദ്ദേഹം ഭരിച്ചിരുന്നപ്പോഴും അദ്ദേഹം അഴിമതി നടത്തിയതായിട്ട് പ്രതിപക്ഷത്തെന്നോ ഭരണപക്ഷത്തെന്നോ മറ്റ് ഹിന്ദു സംഘടനകളോ BJPയോ ഒന്നും ആരോപിച്ചിട്ടില്ല. ഇപ്പോൾ സാധാരണ നിലയ്ക്ക് ഈ ഭരണപക്ഷത്തുനിന്ന് തന്നെ ഇങ്ങനെ അഴിമതിയൊക്കെ നടക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്ത് ശക്തമായ പോരുണ്ട്. സ്ഥാനത്തിന് വേണ്ടി മന്ത്രിയാകാനും MLA ആകാനും ഒക്കെ നടക്കുന്ന ആൾക്കാരുണ്ട് കുപ്പായം വെച്ച്. അവരിത് രഹസ്യമായിട്ട് ചോർത്തി പ്രതിപക്ഷത്തിന് കൊടുക്കുകയും മാധ്യമങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു. ഇത് എല്ലാ പാർട്ടിയിലും ഉള്ളതാണ്, നമുക്കറിയാം. പക്ഷെ സുധാകരനെതിരെ അങ്ങനെയൊന്നും ചെയ്യാനില്ല. അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു വകുപ്പും അദ്ദേഹമായിട്ടുണ്ടാക്കി വെച്ചിട്ടില്ല. ഇനി അദ്ദേഹം ജയിച്ചു 5 കൊല്ലം, അപ്പോൾ അദ്ദേഹം ടൈം പൂർത്തിയാക്കിയിടാൻ 5 കൊല്ലം സുധാകരൻ അമ്പലപ്പുഴയുടെ MLA തന്നെയാണ്. ഭരണകക്ഷി അദ്ദേഹം എന്നിട്ട് നിയമസഭയിൽ പറയുന്നുണ്ട്, ഞാൻ ഭരണകക്ഷിയിലല്ല, ഞാൻ സ്വതന്ത്ര MLA ആണ്, ഞാൻ അമ്പലപ്പുഴ MLA ആണ്. അപ്പോൾ അതും കൂടെ പറയുമ്പോഴത്തേക്ക് ഇവർക്ക് ദേഷ്യമുള്ളൂ CPM-ന്. അങ്ങനെ അദ്ദേഹത്തെ പരമാവധി CPM-ന് മാത്രമല്ല കോൺഗ്രസിനും അതിനകത്തൊരു അസ്കിതയുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു എന്നിരിക്കട്ടെ, എങ്കിലും G സുധാകരൻ അവിടെ ജയിക്കും. കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് ട്രെൻഡ് അതായിരുന്നു. പിന്നെ G സുധാകരൻ എന്ന വ്യക്തിക്ക് കിട്ടുന്ന വോട്ട്, G സുധാകരനും അമ്പലപ്പുഴയും തമ്മിലുള്ള ബന്ധം ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ഇത് പിന്നെ ഞാൻ ഇതിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പലയിടത്തും ചർച്ചയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു. G സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കും, അദ്ദേഹം മത്സരിച്ചാൽ ജയിക്കും എന്ന് അദ്ദേഹവുമായിട്ട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ ഈ ചർച്ച നടത്തിയത്. അത് ഇവിടെ ഭാരത് ലൈവിൽ മാത്രമല്ല പുറത്തും മറ്റു ചില സ്ഥലങ്ങളിലും ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ കാര്യം. അപ്പോൾ അവിടെ സുധാകരൻ എന്ന വ്യക്തിക്കൊരു മെറിറ്റുണ്ട്. പിന്നെ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിരുന്നു. ഒപ്പം സലാം മുൻ MLA സലാമിനെതിരായ ഒരു വികാരം അവിടെ ഉണ്ടായിരുന്നു. സജി ചെറിയാൻ എന്ന മുൻ ജില്ലാ സെക്രട്ടറിക്കും മന്ത്രിക്കുമെതിരായ വികാരം ആലപ്പുഴയിലെമ്പാടും ശക്തമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ജില്ലാ സെക്രട്ടറി നാസറിനെതിരായ അതിശക്തമായ ഒരു വികാരം അവിടെ ഉണ്ടായിരുന്നു. പാർട്ടി മൊത്തത്തിൽ ആലപ്പുഴയിൽ പാർട്ടിയെ തോൽപ്പിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും പറഞ്ഞത് മലബാറിൽ പാർട്ടിക്ക് കാലിടറും. കാരണം ന്യൂനപക്ഷ വോട്ടുണ്ട് അവിടെ. ആ ന്യൂനപക്ഷ വോട്ട് ഇത്തവണ LDFന് കിട്ടില്ല, അത് ഏതാണ്ട് ഉറപ്പായിരുന്നു. എന്നാൽ അതേസമയം തൃശ്ശൂർ തൊട്ടിങ്ങോട്ട് താഴോട്ട്, പാലക്കാട് തൃശ്ശൂർ തൊട്ടിങ്ങോട്ട് താഴോട്ട് തെക്കൻ കേരളത്തിൽ CPM-ന് വലിയ പരിക്കേൽക്കാതെ മുഖം രക്ഷിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടാകും എന്നാണ് പറഞ്ഞിരുന്നത്, എന്നാണ് പൊതുവെ വിലയിരുത്തിയിരുന്നത്. പക്ഷേ എൻ്റെ വിലയിരുത്തൽ നേരെ തിരിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു മലബാറിൽ തിരിച്ചടി കിട്ടും തീർച്ചയാണ്, പക്ഷേ തിരുവിതാംകൂറിലും തിരിച്ചടി കിട്ടും, തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തിരിച്ചടി കിട്ടും തീർച്ചയാണ്, ഒരു സംശയം വേണ്ട. മധ്യ കേരളത്തിൽ തിരിച്ചടി കിട്ടുമെന്നുള്ള എൻ്റെ വാദത്തോട് പലരും യോജിച്ചിരുന്നു. പക്ഷേ തെക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഈ 4 ജില്ലകളിൽ CPM-ന് അങ്ങനെ വലിയ പരിക്കുണ്ടാകില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പം നമ്മൾ കണ്ടു. അപ്പോൾ ആ പൊതു ട്രെൻഡിൽ G സുധാകരനെ പോലൊരാൾ അമ്പലപ്പുഴ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും, ഒരു പക്ഷേ G സുധാകരൻ അല്ല അവിടെ മത്സരിച്ചത്, അവിടെ കോൺഗ്രസിൻ്റെ വേറെ ആരെങ്കിലുമാണ് മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ തോൽവി പോലും അവിടെ നേരിടേണ്ടി വന്നേനെ കോൺഗ്രസ്സിന്. ഇതിപ്പോൾ
കോൺഗ്രസ്സിന് ഒരു ഭരണകക്ഷി MLA കിട്ടി എന്ന് പറയുന്നില്ല, ഒരു സ്വതന്ത്ര MLAയുടെ പിന്തുണ കിട്ടി. ഒപ്പം CPMൻ്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത സുധാകരനോട് CPM ക്ഷമിക്കും എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ഒരിക്കലും ക്ഷമിക്കില്ല. അവർ ഏത് സമയത്തും സുധാകരനെ കായികമായിട്ട് പോലും ആക്രമിക്കാൻ ശ്രമിക്കുമെന്നാണ് പൊതുവേ ഉള്ളൊരു വിലയിരുത്തൽ. ഞാൻ ആ വിലയിരുത്തലോട് യോജിക്കുന്നു. കാരണം CPMന് മുഖമടച്ച് കിട്ടിയ ഒരു അടിയാണ്. ഇത് രാഷ്ട്രീയമല്ലേ? രാഷ്ട്രീയത്തിൽ ജയപരാജയം അല്ല, അത് വെറും രാഷ്ട്രീയമല്ല രാജേഷ് ജി. ആലപ്പുഴ എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു ഈറ്റില്ലമാണ്. ശരിക്കും കണ്ണൂർ പാർട്ടി കോട്ടയാണ്, പാർട്ടി ഗ്രാമങ്ങളാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ശരിയായ കമ്മ്യൂണിസ്റ്റ് അത് വേറൊരു ഒരു തരത്തിലുള്ള രാഷ്ട്രീയമാണ്. അത് തീയ സമുദായത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഒക്കെ അതിനകത്തുണ്ട്. പക്ഷേ ഈ ആലപ്പുഴയിലേക്ക് നമ്മൾ വരുമ്പോൾ അങ്ങനെയല്ല. അവിടെ ആശയപരമായി വലിയ ദൃഢതയുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യം ആലപ്പുഴയ്ക്കുണ്ട്. നമുക്കറിയാം, പിന്നെ പണ്ട് ദിവാൻ്റെ പട്ടാളത്തിനെതിരെ വാരിക്കുന്തവുമായിട്ട് സമരത്തിന് ആക്രമിക്കാൻ പോയ പാരമ്പര്യമുള്ളൊരു പ്രദേശമാണ് ആലപ്പുഴ ജില്ല. ആ ആലപ്പുഴയിൽ നിന്നാണ് സുധാകരൻ പാർട്ടിയെ വെല്ലുവിളിച്ചു കൊണ്ടുവരുന്നത്. സത്യത്തിൽ ആ അമ്പലപ്പുഴയിൽ സുധാകരൻ മത്സരിച്ചത് കൊണ്ട് തന്നെ സമീപത്തെ പല ജില്ലകളിലും CPMന് തോൽവി രുചിക്കേണ്ടി വന്നതുകൊണ്ടാണ്. കായംകുളം ഉൾപ്പെടെയുള്ള സ്ഥലത്ത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ കായംകുളത്തൊക്കെ CPM കടന്നു പോയേനെ ചിലപ്പോൾ. പക്ഷേ അത് സംഭവിക്കാതെ പാർട്ടിക്ക് കനത്ത തിരിച്ചടി കൊടുത്തതിൽ സുധാകരൻ്റെ പങ്ക് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ സുധാകരൻ അവരുടെ കണ്ണിലെ കരടാണ്. സുധാകരനെ ഏത് സമയവും അവർ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അദ്ദേഹം രമേശ് ചെന്നിത്തല ഇരിക്കുന്ന വേദിയിൽ വെച്ച് തന്നെ ഈ കോൺഗ്രസ്സുകാരുടെ ഒത്താശ ഇതിനുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞത്, മുന്നറിയിപ്പ് കൊടുത്തത്. അങ്ങനെ സുധാകരനെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ അവരുടെ മരണമണി മുഴക്കുന്നതിന് തുല്യമായിരിക്കും. സുധാകരനെ പോലൊരു നേതാവിനെ ഇപ്പോഴും ജനം സ്നേഹിക്കുന്നു, ആലപ്പുഴക്കാർ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലം. ആ തെരഞ്ഞെടുപ്പ് ഫലത്തിനെ അട്ടിമറിക്കുന്ന വിധത്തിൽ സുധാകരൻ്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് നുള്ളിയിട്ടാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും പാർട്ടിക്ക്. അത് ചെറിയ കാര്യമല്ല. പാർട്ടി വലിയ വില അതിന് കൊടുക്കേണ്ടി വരും. പക്ഷേ ബോധവും തിരിച്ചറിവും ഇല്ലാത്ത ആൾക്കാരോട് നമ്മൾ എന്ത് പറയാൻ? ഞാൻ പറഞ്ഞില്ലേ, അല്ല, മുമ്പ് ഒരു സ്കൂളിൽ നടന്ന ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് MLA അവിടെ വിസിറ്റിന് പോയപ്പോൾ അതെന്താണെന്ന് ഒരു MLAക്ക് അതിനുള്ള അവകാശമില്ലേ, അധികാരമില്ലേ? അവിടെ എന്താണ്, തൻ്റെ മണ്ഡലത്തിലെ ഒരു സ്കൂളിൽ ചില ക്രമക്കേടുകൾ നടന്നു എന്നറിഞ്ഞിട്ട് അത് നേരിട്ട് പരിശോധിക്കാൻ MLA അവിടെ ചെന്നപ്പോൾ അതിരൂക്ഷമായ എതിർപ്പായിരുന്നു. അദ്ദേഹത്തെ ആ കോമ്പൗണ്ടിൽ കയറാൻ സമ്മതിച്ചില്ല. വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഇതല്ലേ ഫാസിസം വാസ്തവത്തിൽ? തീർച്ചയായും. അപ്പോൾ സുധാകരൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, സുധാകരൻ പറയുന്ന കാര്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. അദ്ദേഹം പറയുന്നത് ന്യായമാണ്. അവിടെ ഒരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നു, ഇതിന് ചില കോൺഗ്രസ്സുകാരും ഒത്താശ ചെയ്യുന്നുണ്ട്. അതാണ് രമേശ് ചെന്നിത്തലയെ ആ വേദിയിലിരുത്തി തന്നെ ഈ കാര്യം പറയാൻ അദ്ദേഹം ധൈര്യം കാണിച്ചത്, തയ്യാറായത്. സുധാകരന് നന്നായിട്ട് രാഷ്ട്രീയം അറിയാം. എവിടെ എന്ത് കൊടുത്താൽ അത് എവിടെ കൊള്ളുമെന്നും എന്ത് റിയാക്ഷൻ അതിനുണ്ടാകുമെന്നും ഒക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളാണ് ജി സുധാകരൻ. ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല, പരിണിതപ്രജ്ഞനായ ദീർഘദൃഷ്ടിയുള്ള രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയ നേതാവാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതിൻ്റെ വളർച്ചയിൽ അതിനോടൊപ്പം നിന്ന, എനിക്ക് തോന്നുന്നു 80കൾ മുതൽ അതിനോടൊപ്പം നിന്ന, അതിനു മുമ്പ് അദ്ദേഹം ഉണ്ട് പാർട്ടിയിൽ, അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നയാളാണ്. ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ 80കൾ മുതൽ ആലപ്പുഴയുടെ സജീവ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയമായ വിലയിരുത്തലുകളും കാഴ്ചപ്പാടും ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഊഹവുമൊക്കെ ശരിയായി വരും. അത് ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തല ഇതൊക്കെ പറഞ്ഞു, സുധാകരനെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, അഴിമതി രഹിതനാണ്, കളങ്കമില്ലാത്തയാളാണ്, ഇതൊക്കെ പറഞ്ഞു. പക്ഷേ കോൺഗ്രസ്സുകാർ ജനം സമ്മാനിച്ച ഈ വമ്പിച്ച വിജയം, അദ്ദേഹം പറഞ്ഞല്ലോ 6 സീറ്റ് എന്നുള്ളത് 9 ആക്കാം എന്ന് ജി സുധാകരൻ പറഞ്ഞത് വെറുതെ അല്ല. അത് ഇപ്പോൾ ചേർത്തലയും ചെങ്ങന്നൂരും ഒക്കെ ജയിക്കാവുന്നതേ ഉള്ളൂ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അവിടത്തേക്ക് തോൽവി ഒരു വലിയ മഹത്തായ തോൽവിയൊന്നുമല്ല.
വേണ്ടി വന്നാൽ ഒരു അനുകൂല തരംഗമുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ജയിച്ചു കയറാം. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ സുധാകരൻ പറയുന്ന ഓരോ വാക്കുകളും വിലപ്പെട്ടതാണ്. അതിന് കോൺഗ്രസ്സുകാർ വലിയ വില കൊടുത്താൽ കോൺഗ്രസ്സിന് കൊള്ളാം. അല്ലാത്ത പക്ഷം സുധാകരൻ ഈ 5 കൊല്ലം കഴിയുമ്പോൾ അങ്ങ് പോകും. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇനി ഒരു ഇലക്ഷനിലൊന്നും മത്സരിക്കാനുള്ള ആരോഗ്യമൊന്നും ഇപ്പം തന്നെ അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹം വലിയ പരിക്കൊന്നും ഇല്ലാതെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. മീൻസ് മത്സര രംഗത്തുണ്ടാകില്ല. പകരം അദ്ദേഹം മാറി നിൽക്കും. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയെ ഒരു പാഠം പഠിപ്പിക്കണം, പാർട്ടിയുടെ ഈ പിഴവ് അതെന്താണെന്ന് ചൂണ്ടിക്കാണിച്ച് പാർട്ടിയെ ബോധവൽക്കരിക്കണം. അതിനാണ് അദ്ദേഹം മത്സരിച്ചത്. അദ്ദേഹം വെറുതെ തനിക്ക് ജയിച്ച് MLA ആകാൻ അദ്ദേഹത്തിന് അറിയാം. ജയിച്ചൊരു MLA ആയിട്ട് മന്ത്രിയായിരുന്ന ആളാണ്. വീണ്ടും ഇനി MLA ആയിട്ടിരിക്കുന്നതിൽ എന്താണ് കാര്യം? അതല്ല, പാർട്ടിയെ തിരുത്താൻ, പാർട്ടിക്ക് ബോധമുണ്ടാക്കി കൊടുക്കാൻ ഒക്കെ തന്നെയാണ് അദ്ദേഹം മത്സരിച്ചത്. കോൺഗ്രസ്സുകാർ ഇതൊരു അവസരമായിട്ട് കണ്ട് അതിനെ പരമാവധി മുതലെടുത്താൽ കോൺഗ്രസ്സിന് നല്ലത്, ആലപ്പുഴയിലെ കോൺഗ്രസ്സിന് നല്ലത്. ഇപ്പം ജയം സമ്മാനിച്ച ജനം നിങ്ങളെ തുടർന്നും ആ രീതിയിൽ നിങ്ങൾക്ക് വിജയം സമ്മാനിക്കും, അല്ലെങ്കിൽ നിങ്ങളെ പുറങ്കാലിന് തൊഴിച്ചെറിയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനുള്ള സംവിധാനം അവിടെ ഉണ്ട്, അണികളുണ്ട്, പാർട്ടി മിഷണറി ഉണ്ട്. പക്ഷേ ആലപ്പുഴയിൽ ഇപ്പോഴും നേടിയിരിക്കുന്ന ഈ വിജയം തുടർന്ന് കൊണ്ടുപോകാൻ കോൺഗ്രസ്സുകാർ തന്നെ മനസ്സ് വയ്ക്കണം. അതാണ് സുധാകരൻ അവിടെ പറഞ്ഞു വെച്ചത്.